നമസ്കാരം. DNA ന്യൂസ് മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ സുദർശൻ നമ്പൂതിരി. DNA ന്യൂസ് പ്ലാറ്റ്ഫോമിലെ എൻ്റെ ആദ്യ വാർത്താ വിശകലനമാണ് ഇത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകർ, ലോകമെമ്പാടുമുള്ള DNAയുടെ പ്രേക്ഷകർ ഞങ്ങളെ സ്വീകരിക്കുമെന്നും ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന മാധ്യമമായി ഞങ്ങൾക്ക് എന്നും നിങ്ങൾക്കൊപ്പം, രാജ്യത്തിനൊപ്പം നിലകൊള്ളാൻ സാധിക്കുമെന്നും ഉള്ള പ്രതീക്ഷയും വിശ്വാസവുമാണ് ഉള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമാഗതമായി കഴിഞ്ഞു. എല്ലായിടത്തും സ്ഥാനാർത്ഥി നിർണയങ്ങളും ചർച്ചകളും പലയിടങ്ങളിലും ചൂടേറിയ പ്രചാരണവും നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലൂടെയാണ് തിരുവനന്തപുരത്ത് നിന്ന് 2-3 ദിവസം മുൻപ് ഒരു വാർത്ത പുറത്തു വന്നത്. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിത്വം നൽകിയില്ല, RSS പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു എന്ന തരത്തിൽ ഒരു വാർത്ത. മാധ്യമങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് നൽകിയത്. ഇയാളുടെ ആത്മഹത്യാ കുറിപ്പടക്കം പത്രങ്ങൾ വാർത്തകളായി നൽകി. ആനന്ദ് കെ തമ്പി എന്ന വ്യക്തിയാണ് ആത്മഹത്യ ചെയ്തത്. ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിന് സ്വന്തമായി ചില സംരംഭങ്ങളൊക്കെയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വലിയ ബാധ്യതകളൊന്നുമില്ല. അതുകൊണ്ട് സാമ്പത്തിക പ്രശ്നമല്ല. ഇദ്ദേഹം തന്നെ പറയുന്നു, RSS ആയി ജീവിക്കരുത് ആരും എന്ന തരത്തിൽ ചില ആത്മഹത്യാ കുറിപ്പും അതിന്റെ വിശദാംശങ്ങളും ഒക്കെയാണ് പുറത്തു വന്നത്. തൃക്കണ്ണാപുരം, തിരുവനന്തപുരം ജില്ലയിൽ തൃക്കണ്ണാപുരം എന്ന പ്രദേശത്ത് ഇദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകാതെ മറ്റൊരാൾക്ക് നൽകി എന്നാണ് പറയപ്പെടുന്നത്. ആലോചിച്ചു നോക്കൂ, ഒരു പ്രദേശത്ത് എത്രയോ പ്രവർത്തകരുണ്ടാകും. നല്ല പ്രവർത്തകരും ഉണ്ടാകും, സാധാരണ പ്രവർത്തകരും ഉണ്ടാകും, പാർട്ട് ടൈമായി പ്രവർത്തിക്കുന്നവരും ഒക്കെ ഉണ്ടാകും. എല്ലാവർക്കും സ്ഥാനാർത്ഥിത്വം നൽകാൻ കഴിയില്ലല്ലോ. ഒരാൾക്കല്ലേ സ്ഥാനാർത്ഥിത്വം നൽകാൻ കഴിയുകയുള്ളൂ. ഇത് ആ സമയം മുതൽ തന്നെ BJPയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് BJP കാരണമാണ്, ഭാരതീയ ജനതാ പാർട്ടിയും പാർട്ടിയിലെ ചില നേതാക്കൾ കാരണമാണ് ആനന്ദ് തമ്പി ആത്മഹത്യ ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ പല മാധ്യമങ്ങളും നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിലൂടെ ഒരു ആത്മഹത്യാ ശ്രമത്തിന്റെ വാർത്തയും നെടുമങ്ങാട് പ്രദേശത്തു നിന്ന് വന്നു. ഒരു സ്ത്രീയാണ് ശാലിനി. ശാലിനി തന്നെ പറയുന്നുണ്ട്, BJPക്ക് അതുമായി ബന്ധമൊന്നുമില്ല, ആത്മഹത്യാ ശ്രമമേ നടന്നുള്ളൂ, അവർ മരണപ്പെട്ടില്ല. ഈ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ ആ സമയത്തൊക്കെ തന്നെ ഇയാളുടേത് എന്ന് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരുന്നു. അതിൽ ചില കുടുംബത്തിലെ ചില ആളുകളുടെ പേരുകളൊക്കെ തന്നെ സൂചിപ്പിച്ചുകൊണ്ട് ആണ് ഈ ഒരു ക്ലിപ്പ് പുറത്തു വന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെ പറയുന്നു. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, എല്ലാവർക്കും സ്ഥാനാർത്ഥിത്വം നൽകാൻ കഴിയില്ല. മാത്രമല്ല, സ്ഥാനാർത്ഥിത്വം കൊടുക്കാത്തതിന് ഒരാൾ ആത്മഹത്യ ചെയ്താൽ, ജീവനൊടുക്കിയാൽ, അത് ആത്മഹത്യാ പ്രേരണാ കുറ്റമായി നിലനിൽക്കുമോ? ഇപ്പോൾ മാനസികമായി പീഡിപ്പിച്ചു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി, അല്ലെങ്കിൽ അയാളെ വേറെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ഇതൊക്കെ തന്നെ ആത്മഹത്യാ പ്രേരണ വേണമെങ്കിൽ പെടുത്താം. പക്ഷേ ഇലക്ഷന് സ്ഥാനാർത്ഥിത്വം നൽകിയില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്താൽ അതിനകത്ത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചെലുത്താൻ സാധിക്കുമോ? അതിനെക്കുറിച്ച് കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. എന്തൊക്കെ വന്നാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഒറ്റക്കെട്ടായി തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. കോർപ്പറേഷനിലും അതുപോലെ വിവിധ പഞ്ചായത്തുകളിലും BJPക്ക് വലിയ ഒരു മുൻതൂക്കമുള്ള ജില്ലയാണ് തിരുവനന്തപുരം. കോർപ്പറേഷനായാലും ശരി, മറ്റ് പഞ്ചായത്തുകളായാലും ശരി. അപ്പോൾ BJPയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാനും അത് രാഷ്ട്രീയമായി അത് ഉപയോഗപ്പെടുത്താനും ചില തൽപര കക്ഷികളും ചില രാഷ്ട്രീയ പാർട്ടികളും ചില മാധ്യമങ്ങളും ചേർന്ന് നടത്തുന്ന ഒരു അജണ്ടയുടെ ഭാഗമല്ലേ ഇത്തരം വാർത്തകൾ. സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിന് ആത്മഹത്യ ചെയ്യുന്ന ഒരു RSSകാരൻ, അതും RSSൽ പണ്ട് മുതലേ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നു. അതുപോലെ ABVPയിലും മറ്റ് പല മേഖലകളിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പം ഒരിക്കലും ഒരു സ്ഥാനത്തിന് വേണ്ടിയോ, അല്ലെങ്കിൽ ഒരു ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടാൻ വേണ്ടിയോ, ഒരു പൊസിഷൻ ചുമതലയ്ക്ക് വേണ്ടിയോ ഒന്നും ആത്മഹത്യ ചെയ്യുകയോ, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് അത് ചോദിച്ചുകൊണ്ട് പിരിഞ്ഞു പോവുകയോ, അല്ലെങ്കിൽ സംഘടനയിൽ നിന്ന് മാറി നിൽക്കുകയോ ഒന്നും ചെയ്യുന്ന രീതി സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഒന്നുമില്ല. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ മുഖമായ BJPയിൽ ചിലപ്പോൾ അത്തരക്കാർ കണ്ടേക്കാം. എന്നാൽ പോലും പൊതുവെ നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ ഉള്ള വിഷയങ്ങൾ BJPയിലോ RSSലോ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അപ്പോൾ ഈ ആനന്ദ് കെ തമ്പി, അദ്ദേഹത്തിന് പല രീതിയിലുള്ള മാനസിക ഒരു നിലവാരങ്ങളും അല്ലെങ്കിൽ കയറ്റിറക്കങ്ങളും ഉണ്ടാകാം. പല രീതിയിൽ ഇപ്പം ഒരു നിമിഷത്തെ ഒരു ചിന്തയാണ് ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അദ്ദേഹം വേറെ ഏതെങ്കിലും ഈ സാമ്പത്തികമായ ഇടപാടുകൾ, അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല, എന്തെങ്കിലും ഇടപാടിൽ ആരുമായിട്ട് എന്തെങ്കിലും ഒരു തർക്കമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ തന്നെ അന്വേഷിക്കണം, വിശദമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. അല്ലാതെ ഒരു സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു, പാർട്ടിയിലെ ഒരു സ്ഥാനം ലഭിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ
കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം ഏത് നിലവാരത്തിലെത്തും? ഇവിടെ എന്നും ഓരോ ആത്മഹത്യകൾ നടക്കേണ്ടതല്ലേ? ഇതിനെ പല രീതിയിൽ വളച്ചൊടിക്കാനും ഇത് കൃത്യമായി തന്നെ BJP-ക്കാരുടെ പ്രേരണയാണ് ഇദ്ദേഹം ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാനും വരെ ചില മാധ്യമങ്ങളും ചില ഓൺലൈൻ മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് BJP-യുടെ വിജയത്തിൽ കണ്ണുകടി മൂത്ത ചില മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും അതിനെ ഏറ്റുപിടിക്കുന്നുമുണ്ട്. ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടക്കട്ടെ. പോലീസ് സംവിധാനങ്ങളുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. ഇവിടെ അന്വേഷണം നടക്കട്ടെ. അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവരോടൊക്കെ കാര്യങ്ങൾ സംസാരിക്കട്ടെ. പാർട്ടി പ്രവർത്തകരോടും കാര്യങ്ങൾ സംസാരിക്കട്ടെ. പോലീസ് അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. അല്ലെങ്കിലും സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അത് ആത്മഹത്യാ പ്രേരണാ കുറ്റമാണോ? ആരുടെ തലയിൽ കെട്ടിവെക്കും? അത് BJP എന്ന പാർട്ടിയുടെ തലയിലോ, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ തലയിലോ, ജില്ലാധ്യക്ഷന്റെ തലയിലോ, അല്ലെങ്കിൽ പ്രാദേശികമായ നേതാക്കളുടെ തലയിലോ ഒക്കെയാണോ കെട്ടിവെക്കുന്നത്? അത് എങ്ങനെ സാധ്യമാകും? എങ്ങനെ സംഭവ്യമാകും? സീറ്റ് നിഷേധിച്ചതുകൊണ്ട് ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇത്രമാത്രം ബാലിശമാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, ഒരു വിഷയത്തിനും ഒരു പരിഹാരമല്ല. ആത്മഹത്യ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്തൊക്കെ വന്നാലും ശരി, ഈ വിഷയത്തിൽ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങളും പരിശോധനകളും നടത്തേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. ഈ ഇലക്ഷൻ കഴിയുമ്പോഴോ അല്ലെങ്കിൽ അതോടനുബന്ധിച്ചോ ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ നടപടികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ, എന്നിട്ട് മാധ്യമങ്ങൾ വിചാരണ നടത്തട്ടെ BJP.